ആനങ്കാടിൻ്റെ പ്രിയങ്കരനായ MLA ചന്ദ്രേട്ടൻ, അതേപോലെ തന്നെ ഇവിടെ പങ്കെടുക്കുന്ന മുൻ MLA KV കുഞ്ഞിരാമേട്ടൻ, പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരേട്ടൻ, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ ചലച്ചിത്ര താരം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനോട് എന്നും ചേർന്ന് നിൽക്കുന്ന ശ്രീ കൈലാഷ്, ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ അടക്കമുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, BRDCയുടെ MD ഷിജിൻ പറമ്പത്ത്, നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ ഈ ബീച്ച് പാർക്കിൽ തന്നെ ഇത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്, ടൂറിസം മേഖലയിൽ ടൂറിസം കാർണിവൽ സംഘടിപ്പിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ വൈസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഭാഗമായി നമ്മൾ 6ഓളം കേന്ദ്രങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും അവർക്ക് താല്പര്യമുള്ള പ്രോജക്റ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് അവർ ഭാവിയിൽ അത് നടത്തുന്നുണ്ട് എന്നത് ഞങ്ങൾക്ക് പിന്നീട് വന്ന പല പദ്ധതികളും ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ വന്ന പ്രോജക്റ്റുകളാണ്. നമ്മുടെ പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് ഇൻവെസ്റ്റേഴ്സും അതേപോലെ തന്നെ പ്രോജക്റ്റ് ഐഡിയാസും ചെയ്യുന്നവർ നേരിട്ട് ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ പിന്നീട് അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുന്നു, അതേപോലെ തന്നെ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നു. അതിനൊക്കെ തന്നെ നമുക്ക് കഴിയുന്നുണ്ട്. അതിൽ വ്യവസായ വകുപ്പും നല്ല രീതിയിലുള്ള ഒരു ശ്രമമാണ്. നാളെ ആ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റും, നാളെ വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ ജില്ലയിൽ നിന്നും സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് വിജയിച്ച പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങ് കൂടിയുണ്ട്. ഏകദേശം 800ഓളം കുട്ടികളാണ് നാളെ ഇവിടെ ഒത്തുചേരുന്നത്. അവരുടെ കലാപ്രകടനങ്ങളും ഇവിടെ അരങ്ങേറും. നാളെ രാത്രി 10 മണി വരെ ആ പരിപാടിയാണ് ഇവിടെ 5 മണി മുതൽ 10 മണി വരെ അരങ്ങേറുന്നത്. ആ പരിപാടിയും നമ്മുടെ കലാപ്രതിഭകൾക്ക് നല്ല രീതിയിലുള്ള ഒരു അനുമോദനം കൊടുക്കണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വേദി തന്നെ തിരഞ്ഞെടുത്തത്. ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ രീതിയിൽ വ്യത്യസ്തമാർന്ന പരിപാടികളോട് കൂടിയാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഈ വർഷം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കാസർഗോഡിൻ്റെ പൊതുവായ വികസനം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിന് എല്ലാവരും NRIs മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും പോയിട്ട് ഇൻവെസ്റ്റ് മുടക്കുന്നവർ ഈ ഇവിടെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നതാണ് ജില്ലാ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ, KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലെ പ്രശസ്തരായ വ്യക്തികളെ, സഹോദരന്മാർ, ജില്ലാ പഞ്ചായത്താണ് കഴിഞ്ഞ 4 വർഷക്കാലമായി ശ്രീമതി ബേബിയുടെ നേതൃത്വത്തിൽ ജില്ലയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതുവഴി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല. അതിൽ മരാമത്ത് പണികളുണ്ട്, വിദ്യാഭ്യാസ മേഖലയുണ്ട്, ആരോഗ്യ മേഖലയുണ്ട്, സാംസ്കാരിക മേഖലയുണ്ട്, ടൂറിസമുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് വ്യാവസായിക മേഖലയിൽ ഇടപെടലിൻ്റെ ഭാഗമായി നിക്ഷേപകരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ജില്ലാ പഞ്ചായത്ത് ഇടപെടൽ. അതിലൊന്നാണ് ഇപ്പോൾ നാളെ ഇവിടെ നടക്കാൻ പോകുന്നത്. നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ചരിത്ര പ്രസിദ്ധമായ ഇതിൻ്റെ ഒരു ഘടനയും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചരിത്രപരമായ ഒരു സാന്നിധ്യമൊക്കെയാണ് നമ്മുടെ ഈ ഫെസ്റ്റിവലുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഞാൻ 3 വർഷം മുമ്പ് ബേക്കൽ ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ടൂറിസത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി, സാംസ്കാരിക പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ വിഷയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ അത് ലോകത്താകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമായി മാറി. തുടർന്നാണ് നമ്മൾ 2 വർഷം മുമ്പ് നടത്തിയ ബീച്ച് ഫെസ്റ്റിവൽ, ആദ്യത്തെ ബീച്ച് ഫെസ്റ്റിവൽ നമുക്ക് ഈ പ്രദേശം ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലയിലുള്ള ജനസഞ്ചയമായി. അപ്പോൾ എത്രയോ ലക്ഷങ്ങൾ, ഞങ്ങളുടെ കണക്കനുസരിച്ച് 5-6 ലക്ഷം ആളുകൾ പങ്കെടുത്ത അതിവിപുലമായ ഒരു പരിപാടിയായിരുന്നു 10 നാളുകൾ നടന്നത്. തുടർന്ന് 2ാം വർഷവും അതുപോലെ നടത്തി. ഈ വർഷം അത്ര അല്ലെങ്കിലും അതുപോലെ തന്നെ സമാനമായ പരിപാടികൾ നടത്തി. അതിനുശേഷമാണ് ജില്ലാ പഞ്ചായത്ത് ഹാപ്പിനെസ് ഫെസ്റ്റിവൽ എന്ന പേരിൽ ഇങ്ങനെ 3 നാൾ നീണ്ടുനിൽക്കുന്ന ഈ പരിപാടി. ഇതിൽ ഫെസ്റ്റിവലിനേക്കാൾ പ്രധാനം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ മറ്റ് ചില പദ്ധതികൾക്കാണ്. നിക്ഷേപ സംഘവുമുണ്ട്, അതുപോലെ തന്നെ മറ്റു ചില ചർച്ചകളും സംവാദങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് ഈ പരിപാടി ഒരു നമ്മുടെ സാംസ്കാരിക വിനോദസഞ്ചാര മേഖലയിൽ ഒരു ചരിത്ര സംഭവമായി മാറുന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രവർത്തന രേഖകളിൽ വിളങ്ങുന്ന ഒരു അധ്യായമായി മാറുന്ന ഒരു പരിപാടിയായി ഇത് മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗം അറിയുന്നതിനാണ് മുൻ മന്ത്രിയും MLA ചന്ദ്രശേഖരൻ,
വിശിഷ്ട സാന്നിധ്യം ശ്രീ കൈലാഷ് സിനിമാ താരം, മറ്റ് ബഹുമാന്യായ സുഹൃത്തുക്കൾ കെ വി കുഞ്ഞിരാമൻ MLA, ഷാനിവാസ് സാധു, കെ വി സുജാത ടീച്ചർ, മണികണ്ഠൻ, എൻ കുമാരൻ, മനു, ശ്രീ സജിത്ത്, ഗോൾഡൻ അബ്ദുറഹിമാൻ, രതീഷ് കുമാർ ഭാഗത്തിൽ ജില്ലാ വ്യവസായ വകുപ്പും സംയുക്തമായി നടത്തി ഒരു സംഭാവന. അതാണ് ഈ പരിപാടിയുടെ ഏറ്റവും ആകർഷകമായ രണ്ട് ഘടകം. ഹാപ്പിനെസ് ഫെസ്റ്റാണ് ഹാപ്പിനെസ്. അങ്ങനെ ഈ നാടിൻ്റെ ഒരു ആത്മഹർഷമായി വിവിധ പരിപാടികളിലൂടെ സംഘടിപ്പിക്കപ്പെട്ട നമ്മുടെ വൈവിധ്യമാർന്ന പ്രദർശന പരിപാടി ഉൾപ്പെടെയുള്ള ഒരു കൂട്ടായ്മ. ഇതിൽ ആളുകൾ ഒഴുകിയെത്ത് പങ്കെടുത്തിട്ടുണ്ട് എന്നിവിടെ രേഖപ്പെടുത്തുകയും ഖൽബിലെ ബേക്കലിനെ ഖൽബിൽ ഉൾപ്പെടുത്തി. അങ്ങനെ നമ്മുടെ ഖൽബിൽ ഇടം നേടിയ ബേക്കൽ നമ്മുടെ പ്രവാസികൾ വിദേശ രാജ്യങ്ങളിലെ ജോലി, അതുപോലെ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന നിരവധി സംരംഭങ്ങളിൽ പങ്കാളികളാണ്. അതുകൊണ്ട് തന്നെ വടേഷ്യമാണ്. നിരവധി ആൾ പോകുന്ന കാര്യം എനിക്കറിയുന്നത് MP-മാർക്ക് പാസ്പോർട്ട് ഒപ്പുവെക്കാൻ ഒരു സൗകര്യമുണ്ടായിരുന്ന കാലത്ത് ആയിരങ്ങളാണ്, പതിനായിരങ്ങളാണ് ഒപ്പുവാങ്ങാൻ വേണ്ടി വരുന്നത്. അവിടെ ഇരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്ന ഒരു അനുഭവം അപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ആളുകൾ പാസ്പോർട്ട് വാങ്ങി വിദേശ രാജ്യങ്ങളിൽ പോയ നമ്മുടെ നാടിൻ്റെ സ്ഥിതി എന്താണെന്ന് എന്ന് പറഞ്ഞാൽ, പ്രവാസികളുടെ ഒരു സംസ്കാരം, പ്രവാസികളുടെ കരുത്തും പങ്കാളിത്തവും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു സമീപനവും സംസ്കാരവും പ്രകടിപ്പിച്ചതാണ് പ്രവാസി. അതുകൊണ്ട് ധാരാളം പ്രവാസി ഇപ്പോഴാണെങ്കിൽ പ്രവാസികൾക്ക് ഇവിടെ വരാനും അവരുടെ ആശയങ്ങളും പരിപാടികളും കർമ്മപദ്ധതികളും നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സുരക്ഷിതത്വം വൻകിട നിക്ഷേപകന്മാർ ഇവിടെ നിക്ഷേപങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഭയപ്പെടുകയും ഒരു ഭയം, അവർക്ക് സുരക്ഷിതത്വമില്ല. അവർ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള പശ്ചാത്തല സൗകര്യം നൽകുന്നതിന് ഉത്തരവാദപ്പെട്ടവർ അലസത കാണിക്കുന്നു എന്നെല്ലാം കൊണ്ട് ദുഃഖവും വേദനയും പരാതികളൊക്കെ ഉണ്ടായിരുന്നു. അത് മാറിയില്ല. നമ്മുടെ സംസ്ഥാനം വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറി. ആ വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിയതോടുകൂടി നമ്മുടെ പ്രവാസികളുടെ തന്നെ ഒരു സുരക്ഷിത കേന്ദ്രമായി മാറാനും കൂടി നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ ഒരുപാട് സംഘടിപ്പിക്കാൻ, അതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിയുന്നത്. ടൂറിസം മേഖല നമുക്ക് നാടാണ് എന്ന് പറയുന്നത് വെറുതെ. പക്ഷേ നമ്മുടെ കുറ്റകരമായ അനാസ്ഥ കൊണ്ട് മാലിന്യ കൂമ്പാരങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കാറുണ്ട്. ആ മാലിന്യ നിർമ്മാർജ്ജനത്തിന് മഹായത്നം നമ്മൾ ആരംഭിച്ചിരിക്കുക. അപ്പോൾ ടൂറിസത്തിന് ആവശ്യമായ പ്രകൃതിയുടെ സംഭാവനയുണ്ട്. പ്രകൃതിദത്തമായ ഒരുപാട് സൗന്ദര്യം ആവിഷ്കാരങ്ങൾ. കാശ്മീരിലൊക്കെ ആളുകൾ പോയി സൗന്ദര്യം ആസ്വദിക്കാനും പ്രകൃതിയുടെ സംഭാവന. പക്ഷേ കാശ്മീർ സന്ദർശിക്കുകയും കേരളം സന്ദർശിക്കുകയും കേരളം കാണുകയും ചെയ്തു കഴിഞ്ഞാലാണ് കേരളം പ്രകൃതി സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ വിഭിന്നമായ നിലയിൽ ആകർഷിക്കാൻ കഴിയുന്ന ഒരു ഭൂപ്രദേശമാണ്. വിദേശികളെല്ലാം വന്നാൽ അവർ ആസ്വദിക്കും. കേരളത്തെക്കുറിച്ച് സങ്കീർത്തനങ്ങൾ അവർ രേഖപ്പെടുത്തും. കാരണം പ്രകൃതിയുടെ വരദാനമായി ലഭിച്ചിട്ടുള്ള സൗന്ദര്യം കൃത്യമായി ഉണ്ടാക്കിയത്, ആ സൗന്ദര്യം, അതിൻ്റെ സുഗന്ധം നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തികളിൽ മാത്രമല്ല, അത് മറ്റ് പ്രദേശങ്ങളിൽ കൂടി വ്യാപിപ്പിച്ച് യിലേക്ക് നയിക്കാൻ കഴിയുന്ന എല്ലാ വിമാനത്താവളങ്ങളും, പ്രത്യേകിച്ച് കണ്ണൂർ വിമാനത്താവളം അത് പ്രധാനപ്പെടുകയാണ്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലേക്കും അടുത്തായി വരാൻ. കാസർഗോഡ് ജില്ലയിൽ ഭൂപ്രദേശത്തിൻ്റെ സൗന്ദര്യം പ്രത്യേകതയാണ്. അത് സംസ്കൃതി വ്യത്യസ്തമാണ്. ഭാഷാപരമായ പ്രത്യേകതകൾ, സാംസ്കാരികത, അതിലെ കലാവിഭവങ്ങൾ തുടങ്ങി വിദേശികളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരുപാട് വിഭവങ്ങൾ കാസർഗോഡ് ജില്ലയിലുണ്ട്. പ്രകൃതിയുടെ മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം.
അതെല്ലാം കാണാനും കേൾക്കാനും താല്പര്യമുള്ളവരാണ് വിദേശികൾ. അതുപോലെ മലബാർ പ്രദേശങ്ങളിൽ കണ്ണൂരില്ല. അതുകൊണ്ട് ഓരോ പ്രത്യേകതകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ അതിന് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. കൈത്തറി മേഖലയുമായി കണ്ണൂരിൽ അതിലൊരു കൈത്തറി മിഷൻ തന്നെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കൈത്തറിക്ക് വലിയ പ്രിയമാണ് പച്ചക്കറി. അതൊരു കാലത്ത് അതിൻ്റെ ഭാഗമായി വലിയ മാറ്റങ്ങൾ. ക്രേപ്പ് തുണി അത് ബ്രിട്ടീഷുകാർക്കും അമേരിക്കർക്കും ഭീകരമായി. അതിൻ്റെ ആവശ്യകത വന്നപ്പോൾ മറ്റ് മേഖലകളൊക്കെ തന്നെ തൊഴിലാളികൾ മാറി വേണ്ടത്. പക്ഷെ അതിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചപ്പോൾ അത് കൈത്തറിയിൽ ഉണ്ടാക്കുന്നതാണ്. അത് യന്ത്രത്തറിയിലേക്ക് മാറ്റിയപ്പോൾ അത് വിദേശം കണ്ടുപിടിച്ച് പിന്നെ അനുഭവിക്കുക. സ്വതസിദ്ധമായ ആകർഷകത്വമുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ അത് എല്ലാ രംഗത്തുമുണ്ട്. കൈത്തറിയായിരുന്നാലും ശരി, മരത്തിൻ്റെ നിർമ്മാണ സൗന്ദര്യമായിരുന്നാലും ശരി, മറ്റൊരുപാട് കരവിരുതുകൾ പ്രകടമാക്കുന്നുണ്ട്. ഇതിനൊക്കെയുള്ള ഇടം നമ്മൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അത് കാണാനും കേൾക്കാനും വിലയിരുത്താനും വാങ്ങാനും ഒക്കെ തന്നെ വിദേശികൾ ക്യൂ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതാണ് കേരളത്തിലെ സവിശേഷം. അതുകൊണ്ട് ഇവിടെ ഈ ടൂറിസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പരിപാടികൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രവാസികൾ നിക്ഷേപ സംഗമം പ്രവാസികൾക്ക് നിക്ഷേപിക്കാനുള്ള ആത്മധൈര്യം നൽകുന്ന ഒരു സുസ്ഥിരതയും വ്യാവസായിക സമാധാനവും കൂടി കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയും. ആ സമാധാന അന്തരീക്ഷം പ്രയോജനപ്പെടുത്തി നമ്മുടെ പ്രവാസി മക്കൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാൻ സന്നദ്ധമായാൽ അത് നിക്ഷേപ സൗഭാഗ്യമുള്ള സംസ്ഥാനമായി ഇതിനെ പരിവർത്തിതമാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾക്കറിയാം. സാധ്യമാകുന്നതാണ് നമ്മുടെ ഹാപ്പിനെസ് ഫെസ്റ്റ് ഈ ദിവസങ്ങൾ സംഘടിപ്പിച്ച് വൈവിധ്യങ്ങൾ, ആകർഷകത്വം, സവിശേഷത, അങ്ങനെ സ്വതസിദ്ധമായ നൈസർഗികമായ ജന്മസിദ്ധമായ നിരവധി സൃഷ്ടികളുടെയും സംഭാവനകളുടെയും സംഗമം എന്ന നിലക്ക് ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ കൽബ് തീർച്ചയായും കാസർഗോട്ടുകാർക്ക് തന്നെ അറിയുന്ന കാര്യമാണ് കൽബ്. ആ കൽബിൽ ഒരിടം ബേക്കൽ നിന്ന് നൽകി എന്ന് പറയുന്നത് തീർച്ചയായും അതിന് എത്രയേറെ ഹൃദയതലത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നു കാസർഗോട്ടുകാർക്ക് എന്നതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം കൂടിയാണ് ഈ നാമത്തെയും. അങ്ങനെ ഇതെല്ലാം കൂടി ഉൾക്കൊണ്ടുള്ള ഹാപ്പിനെസ് ഫെസ്റ്റ് സമാപിക്കുമ്പോൾ അത് ഈ കാസർഗോഡ് ജില്ലയുടെ ഒരു വ്യാവസായിക, സാമ്പത്തിക, സാമൂഹ്യ മുന്നേറ്റത്തിന് പ്രതലമൊരുക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു മഹാകൂട്ടായ്മയുടെ കരുത്തും ശക്തിയും സൗന്ദര്യവും പ്രകടിപ്പിക്കുന്നതായിരിക്കും എന്ന് ഞാൻ വിനീതമായി കരുതുകയാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ കാർണിവൽ സംവിധാനം സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത്, അതിൻ്റെ പ്രസിഡന്റ്, അതിൻ്റെ മറ്റ് അംഗങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്നു ഇത് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാസ്തവത്തിൽ ഇന്നലെ തിരിച്ചു വന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കോട്ടയം ജില്ലയിൽ 2 പരിപാടി കഴിഞ്ഞ് കോട്ടയത്ത് നിന്നാണ് ട്രെയിൻ കയറി വന്നു. നിരവധി പരിപാടികളുണ്ടായിരുന്നു. എന്തായിരുന്നാലും ഞാൻ ഇവിടെ എത്തിച്ചേരുമെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞാൻ അറിയിക്കുകയും അങ്ങനെ 2-3 തവണ ചേച്ചി ക്ഷമിക്കണം വഴി പോയി എന്ന് പറഞ്ഞു. ജനപ്രതിനിധികളും നിരവധി കർമ്മതലങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിത്വങ്ങളും എല്ലാം തന്നെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുണ്ട്. ഈ കൂട്ടായ്മ തന്നെ ഇതിൻ്റെ പ്രഭവശക്തിയെ കരുത്തുള്ളതാക്കുന്നതാണ് എന്ന് ഞാൻ വിനീതമായി വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ സംസാരിക്കണം എന്നത് ഉചിതമല്ലെന്ന് എനിക്കറിയാം. ഇതായിരുന്നാലും നിങ്ങളിവരുടെയും അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഈ കൽബിലെ ബേക്കൽ ഹാപ്പിനെസ് ഫെസ്റ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ ആയുരാരോഗ്യം, സന്തോഷം, സമൃദ്ധി, ഐശ്വര്യം നിറഞ്ഞ ഒരു പുതുവർഷം കൂടി ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. സിനിമാ താരമാണ്, നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ മുൻ MLA എ.വി. കുഞ്ഞിരാമനുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, ഗ്രാമപഞ്ചായത്തിൻ്റെ
പ്രസിഡന്റും ജനപ്രതിനിധികളുമുണ്ട്. മറ്റു വളരെ വിശിഷ്ടരായ വ്യക്തികൾ, നമ്മുടെ BRDCയുടെ MD ഉൾപ്പെടെ അധ്യക്ഷവേദിയിലിരിക്കുന്ന ബഹുമാനിലെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ നടക്കേണ്ട മറ്റൊരുപാട് ചടങ്ങുകളുണ്ട്. ആദരവിന് വേണ്ടി നമ്മൾ പ്രത്യേകമായി ക്ഷണിച്ചിട്ടുള്ള നമ്മുടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെയും ജില്ലാ വ്യവസായ ഓഫീസിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ ജനറൽ മാനേജർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ താല്പര്യത്തോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത്. സംയുക്ത സംരംഭത്തിലാണ് ഈ പരിപാടി നടക്കുന്നതെന്ന് സൂചിപ്പിച്ചു. അപ്പോൾ വളരെ വ്യക്തമാണ് വ്യവസായ പുരോഗതിയും അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയെ കൂടുതൽ പരിപോഷിപ്പിക്കലും ഉൾപ്പെടെയുള്ള ലക്ഷ്യം ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിനുവേണ്ടി ഹാപ്പിനെസ് ഫെസ്റ്റ് എന്ന നിലക്കാണ് ഇവിടെ ഇത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ആ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഇത് പറയുമ്പോൾ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു, ഒരു വ്യവസായ സംരംഭകർക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും വരാത്ത വിധം ഇവിടെ വരാൻ കഴിയുന്ന സാഹചര്യമാണെന്ന് 3,39,000 പരം യൂണിറ്റുകൾ ഇപ്പോൾ ഇവിടെ ഈ ഗവൺമെൻറ് കാലത്ത് തന്നെ ആരംഭിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കായ ആളുകൾക്ക് പുതിയ തൊഴിലവസരമുണ്ടാകുന്നു. ആ തൊഴിൽ സാധ്യതയെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെ ബോധപൂർവമായ ഇടപെടലാണ് കേരളത്തിൽ ഗവൺമെൻറ് നടത്തുന്നത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വ്യവസായ രഹിത ജില്ല എന്ന് പറഞ്ഞുകൂടെങ്കിലും വേണ്ടത്ര വ്യവസായം ഇനിയും വന്നിട്ടില്ലാത്ത ജില്ലയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സർക്കാർ ഭൂമിയും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. വ്യവസായ സംരംഭകരെ കൂടുതൽ ആകർഷിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമാണ്. അതിനുവേണ്ടി തീർച്ചയായും ഇത്തരം ഫെസ്റ്റും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങളും സഹായകരമാവുമെന്ന് കരുതുന്നു. വിനോദസഞ്ചാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവുമേറെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ബേക്കൽ ഉൾപ്പെടെ, റാണിപുരം ഉൾപ്പെടെ, മഞ്ഞമ്പുരി ഉൾപ്പെടെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മഞ്ചേശ്വരം തൊട്ട് നമ്മുടെ തൃക്കരിപ്പൂർ വരെയുള്ള ഈ കാസർഗോഡ് ജില്ലയുടെ അതിർത്തി മാത്രമെടുത്താലും ഒരുപാട് ഡെസ്റ്റിനേഷനുകൾ നമുക്ക് ഇതിനെ സംബന്ധിച്ചുണ്ട്. ആ കേന്ദ്രങ്ങളെയൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ വിധത്തിൽ പുതിയ സാധ്യതകൾ ഇവിടേക്ക് കൊണ്ടുവരാൻ, പുതിയ സംരംഭകരെ കൊണ്ടുവരാൻ നമുക്കിതിൻ്റെ ഒരു ആവശ്യമായ പ്രചരണം, ഒരു ബോധവൽക്കരണം പോലെ കൂടുതൽ ആവശ്യമായി നടത്താൻ എല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്തരം സംയുക്ത സംരംഭങ്ങൾ സഹായകരമാവും. അതുകൊണ്ട് ഇത്തരം സംയുക്തമായി സംരംഭത്തിന് എല്ലാവിധ ആശംസ എനിക്ക് ആരൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു സാഹചര്യം കാസർഗോഡ് തന്നിട്ടുണ്ട്. അതിനുവേണ്ടി എപ്പോഴും എനിക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുള്ള നമ്മുടെ ഇതിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും എൻ്റെ പ്രിയപ്പെട്ട സഹോദരനുമായ ഷാനവാസൊക്കെ ഇവിടെ ഉണ്ട്. ഷാനവാസൊക്കെ പ്രത്യേക എഫേർട്ട് എടുത്തിട്ടാണ് ഞാനിവിടെ വന്നത്. ഒപ്പം വെബ്സിച്ച് ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സത്യത്തിൽ നിങ്ങളെല്ലാവരും ഇവിടെ ഉള്ളവരെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് ഒരു പക്ഷേ കാസർഗോഡിൻ്റെ പുറത്തുള്ളത്. എന്തൊരു ഗംഭീരമായ ഒരു ബീച്ച് എന്നെ ക്ഷണിച്ചതിൽ സന്തോഷം. ഞാനിവിടുന്ന് പോകുമ്പോഴും നിങ്ങളും ബേക്കലും ഒക്കെ എൻ്റെ കൽബിലുണ്ടാവും. താങ്ക് യു. അധ്യക്ഷൻ CH കുഞ്ഞമ്പു, മുൻ മന്ത്രിയും ഹൊസ്ദുർഗ് MLA-യുമായ ചന്ദ്രേട്ടൻ, വേദിയിലുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഈ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തന പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്ത് അതിഗംഭീരമായി പ്രവർത്തന പദ്ധതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നല്ലതുപോലെ പരിശ്രമിച്ച ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയാണ്. നിക്ഷേപ സംഘം ഉൾപ്പെടെ ജില്ലയുടെ പൊതുവികസനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ശ്രദ്ധേയമായ സംരംഭങ്ങൾ. ഇന്ന് ബാലികാ ദിനം, നാളെ വേൾഡ് ടൂറിസം ഡേ, മറ്റന്നാൾ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം. ഈ 3 ദിവസങ്ങളെയും കൂട്ടിയിണക്കി വൈവിധ്യപൂർണമായ സാംസ്കാരിക പരിപാടികളോടെ സംഘടിപ്പിക്കുന്ന ഈ ഹാപ്പിനെസ് ഫെസ്റ്റ് ഈ നിലയിൽ രൂപപ്പെടുത്തിയെടുത്തതിന് ശേഷം ഒട്ടേറെ ആളുകൾ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞൊരു കൊല്ലമായിട്ടാണ് ലത്തീഫിൻ്റെ നേതൃത്വത്തിൽ ഈ ബീച്ച് കൈകാര്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള BRDC-യുമെല്ലാം ചേർന്നുകൊണ്ടൊരു ശ്രമം ആരംഭിച്ചത്. ലത്തീഫും സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് വളരെ മനോഹരമായി ഈ ഒരു കൊല്ലക്കാലത്തിനിടയിൽ ഇത് നല്ലതുപോലെ അവർ വന്നു ചേരുന്ന ആളുകൾക്ക് ഹൃദ്യമാകുന്ന വിധത്തിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആനുകൂല്യവും അതുപോലെ തന്നെ ഒരു സന്തോഷവുമൊക്കെ ഖൽബിലെ ബേക്കൽ എന്ന പേരിൽ ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഈ ഹാപ്പിനെസ് ഫെസ്റ്റ്
ഇതിൻ്റെ ആഹ്ലാദവും സന്തോഷവും എല്ലാം വരുന്ന 3 ദിവസക്കാലം എല്ലാവരും ബഹുമാനിയെ, നമ്മളിപ്പോൾ തന്നെ ഒരു സംഗീതത്തിൻ്റെ മൂഡിലോട്ട് എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നമുക്ക് വേണ്ടി നല്ലൊരു ഗാനമാണ് ഇവിടെ ആലപിച്ചത്. ഇന്നിവിടെ ഈ പരിപാടി ഹാപ്പിനെസ് ഫസ്റ്റ് ഖൽപ്പിലേക്ക് എന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി അവർ, ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച ശ്രീ JH കുഞ്ഞമ്പു MLA അവർ, മുഖ്യാതിഥിയായിരുന്ന ശ്രീ E ചന്ദ്രശേഖരൻ MLA അവർ, ഒരുപാട് നന്ദി ശ്രീ E ചന്ദ്രശേഖരൻ അവർക്ക്. അടുത്തതായി വളരെ മനോഹരമായ നിറഞ്ഞ കൈകളോടുകൂടി തന്നെ കാസർഗോഡ് ജില്ലയുടെ ആദരവ്, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ആദരവ് നൽകാം. നമുക്ക് ഏവർക്കും അഭിമാനിക്കാം ഈ ഒരു നേട്ടത്തിൽ. കാസർഗോഡ് ജില്ലയുടെ ഒരുപാട് സംരക്ഷണത്തിന്റെ മാനേജിംഗ് കോർഡിനേറ്റർ വളരെ അഭിമാനപൂർവ്വം നൽകുകയാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ നിറഞ്ഞ ഇനിയും ഇതുപോലെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്താൻ സാധിക്കട്ടെ എന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും നേടുകയാണ്. താങ്ക് യു തന്നെ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. ഈ അവാർഡ് നേടിയതിൽ നമുക്കും അഭിമാനിക്കാം. കാസർഗോഡ് നിന്നാണ് ഇത്തരം ഒരു അവാർഡ് നേടിയത് എന്നതിൽ ഒരുപാട് സന്തോഷം നൽകിയാതിരിക്കുന്ന കൈലാഷിന് ഒരുപാട് അഭിനന്ദനങ്ങൾ നേടുകയാണ്. കാസർഗോഡ് രതീഷ് അവർക്കും കാസർഗോഡിന്റെ സ്നേഹം, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സ്നേഹം നൽകുകയാണ്. നിറഞ്ഞ സ്നേഹം എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒപ്പം ഇനി നമുക്ക് നേരിട്ട് കാണാം. 2025 സന്തോഷത്തിൻ്റെ നാളത്തെ ഇനിയുള്ള എല്ലാ പരിപാടികളും 3 ദിവസം ഉള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും മുഖ്യമായിട്ട് ഇന്നവരെ ആദരവ് നേടിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എന്തൊരു സമ്പന്നങ്ങളാണ് ഈ സ്ഥലം. പിന്നെ 2025 ഞാൻ 2025 കുറച്ച് പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടും 2025 ഏറ്റവും ഗംഭീരമായ ട്രാവൽ ടൂറിസം ഒക്കെ ചെയ്യുന്ന കമ്പനികളെല്ലാം കൊച്ചിയിലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ മാത്രം ഇത് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം ഈ സ്ഥലത്തെക്കുറിച്ച്. കാരണം കേരളത്തിലങ്ങോട്ടും ഒരുപാട് ഈ പ്രോഗ്രാമിന്റെ ഔപചാരികമായ അതുപോലെ തന്നെ സായം സന്ധ്യകളും കലാപരിപാടികളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഹെൽപ്പിന് ബേക്കിൻ്റെ പേരിൻ്റെ പ്രത്യേകത പറയും. നമ്മൾ സ്നേഹിക്കണം ബേക്കണമെന്ന് ഏറ്റവും ദിവസം പറയുമ്പോൾ തന്നെ ഈ ഒരു വരുമ്പോഴേക്ക് ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. City Gold, Gold and Diamonds, Kerala and Karnataka. हमारे केरला में बस कोकोनट ट्रीज ही फेमस है, ऐसा बोलने वालों तक ये वीडियो पहुंचा। बताओ कि कोच्चि में स्टार्ट हुई भारत की फर्स्ट वाटर मेट्रो। इडुक्की से आती है भारत की 95% इलायची। त्रिशूर में है भारत का पहला चर्च और मॉस्क भी। कोल्लम में है दुनिया का लार्जेस्ट बर्ड स्कल्पचर। इन 3 डिस्ट्रिक्ट्स में भारत का 40% नेचुरल रबर प्रोड्यूस होता है। वायनाड में है इंडिया का लार्जेस्ट डैम जो बस अर्थ के मटेरियल से बना है। कासरगोड है द लैंड ऑफ 7 लैंग्वेजेस।
ये है भारत की फर्स्ट यूनेस्को सिटी ऑफ लिटरेचर और इन डिस्ट्रिक्ट्स में मिलती है ऑथेंटिक केरला साड़ीज। कन्नूर का थेयम पूरे भारत में फेमस है और केरला की कैपिटल तिरुवनंतपुरम तो है ही द एवरग्रीन सिटी ऑफ इंडिया। इसीलिए तो केरला है गॉड्स ओन कंट्री। तो बताओ और क्या खास है हमारे केरला